ഇടുക്കിയെ മിടുക്കിയാക്കുന്ന വിശേഷങ്ങൾ ഏറെയാണ്. അത്തരത്തിൽ മണ്ണിന്റെ മണമുള്ള ഇടുക്കിയുടെ മധുരമുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്ക് വടക്കിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം. എവിടെയാ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തേക്കടി അട്ടപ്പുളത്തുള്ള ഫിലിപ്സ് നാച്ചുറൽ ഹണി ആൻഡ് ബീ ഫാമിലാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇൻട്രോന്ന്, ഇത് ഇവരുടെ ബീ ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ഇത് കൂടാതെ ഇവർക്ക് 10ഓളം 20ഓളം ഫാമുകളാണ് ഉള്ളത്, അതും 4 സ്റ്റേറ്റുകളായിട്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, അങ്ങനെ 4 തലമുറ കൈമാറി വന്നിട്ടുള്ള 50 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കൂടിയാണ് ഈ ഒരു ബ്രാൻഡ് എന്നുള്ളത്. നമ്മൾ എന്തിനേയും കണ്ടറിയാന്ന് പറയും, അതിനേക്കാൾ ഉപരിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മളതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരം കൂടിയാണ് ഇവിടെ ഇവർ ഒരുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കുറേ കൂടി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന 2 പേർ ഇവിടെയുണ്ട്. അപ്പോൾ പോയി കണ്ടാലോ. വ്യാവസായിക ഇടുക്കിയുടെ ചരിത്രത്താളുകൾ എടുത്തു നോക്കിയാൽ അവിടെ 50 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കഥയുണ്ട്. ആ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നമുക്കിപ്പം ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. യെസ്, അതിന്റെ ടൈറ്റിൽ ക്യാരക്ടർ അവിടെ ഉണ്ട്. സോ പേരിന്റെ ബ്രാൻഡ് ആ വ്യവസായത്തിനൊപ്പം തന്നെ വളർന്നു വന്നൊരു ബ്രാൻഡ് കൂടിയാണ് അല്ലെ. അപ്പൊ ഞാൻ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല, പേര് ഫിലിപ്പ് എന്നുള്ളത് ഓൾറെഡി കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മകൻ അല്ലേ? പേര് ടോം. ഈ തലമുറകൾ കൈമാറി വരിക എന്നുള്ള എന്ത് പറയും, നമ്മളെ പാരമ്പര്യം ഇവിടെ കൈമാറി വന്നത് ബിസിനസ്സാണ്. അപ്പൊ ഈ കാലത്തിനനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് വരും എപ്പോഴും അല്ലെ, എന്ത് കാര്യത്തിലാണെങ്കിൽ പോലും. അപ്പോ അപ്പലിലൂടെ തുടങ്ങി മകനിലെത്താണ്. സോ മകനിൽ തന്നെ ഒരു ചോദ്യം തുടങ്ങിക്കൊണ്ടെയാണ്, ഈ തലമുറയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഫിലിപ്പ് പണിക്ക് എന്ത് അപ്ഡേഷൻസ് കൊണ്ടുവന്നത് ഫൈനലി? ശരി, നമുക്കിപ്പം എക്സ്പോർട്ടിങ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ 16ഓളം രാജ്യങ്ങളിലേക്ക് തേൻ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിനകത്തുള്ള ചെറിയ ടെക്നിക്കൽ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാം ഒന്ന് മാനേജ് ചെയ്യാൻ പഴയതുപോലല്ല, കുറച്ച് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങനെ സജ്ജീകരണങ്ങൾ കുറവാണ്, ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല, കുറച്ച് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. അതെ, തീർച്ചയായിട്ടും നമ്മുടെ പ്രായത്തിനോളം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ അത്തരത്തില് പ്രായത്തിനോളം തന്നെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. സോ എങ്ങനെ ഇതിന്റെ ഇപ്പൊ പറഞ്ഞു കേരളത്തിൽ മാത്രം എത്തി നിൽക്കുന്ന ഒരു കാര്യമല്ല അല്ലെ, ഈ ഒരു സാമ്രാജ്യം തമിഴ്നാടാണെന്നുണ്ടെങ്കിലും കർണാടക, ആന്ധ്ര, അങ്ങനെ ഇത്രയും വലിയൊരു വ്യാപിച്ചു കിടന്നിട്ടുണ്ട്. ഈ ഒരു ആശയം ശരിക്കും ഇവിടുന്ന ഗ്രാൻഡ് പാരന്റ്സ് വലിയച്ചാനായിട്ട് വലിയ കാരണന്മാരായിട്ട് ചെയ്തു വന്ന പരിപാടിയാണ്. വലിയച്ചാനായിട്ട് 10-20ഓളം പെട്ടി ഉണ്ടായിരുന്നു. അന്ന് അവർ ഞെക്കിപ്പിഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന സംവിധാനമായിരുന്നു. എക്സ്ട്രാക്ടർ ഒന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരു 20ലധികം ഫാമുകളിലായിട്ട് ഏതാണ്ട് 10,000-ലധികം പെട്ടി നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് ഒരു 60,000 ലിറ്ററോളം തേൻ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇത് ഈ തേനും തേനീച്ചയെ കുറിച്ച് വിശേഷം അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് വരുന്ന ലളിതമായ ഒരു ചോദ്യമുണ്ട്, ഈ നല്ല തേനെ തിരിച്ചറിയാന്നുള്ളത്. പലപ്പോഴും ഇത് ശുദ്ധമായ തേനാണെന്നായിട്ട് ഒരുപക്ഷെ നോട്ടെടുത്ത് തേനിൽ മുക്കി കത്തിക്കുകയോ അല്ലെങ്കിൽ കുറേമായിട്ടുള്ള ഇങ്ങനെയുള്ള തരിയുടെ പരിപാടികളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് വീഡിയോയിലൂടെ. എങ്ങനെ ലളിതമായിട്ട് ഇത് തിരിച്ചറിയാവുന്ന ഏറ്റവും ഇപ്പം എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ നിങ്ങൾ കർഷകരെ നേരിട്ട് വാങ്ങിക്കുക. ഇപ്പൊ പല കമ്പനികളും തേൻ ഉണ്ടാക്കുന്നത് ഒറിജിനലേക്കാളും ആക്യുറേറ്റ് ആയിട്ടാ ഈ ടെസ്റ്റൊക്കെ അതും പാസ്സാവും പലതും. അതുകൊണ്ട് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് അതുകൊണ്ട് നമുക്ക് ഒന്നേല് കർഷകരുടെ നിന്ന് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാന്നേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞു വന്നിട്ട് ഈ തേന്റെ വിശേഷത്തിനൊപ്പം ഇത് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള ഭയങ്കര കൂടി കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് മെല്ലെ നടന്നാലോ അങ്ങോട്ട് പോവാം. യെസ്. സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യുക അല്ലെ, പൂക്കളും പൂച്ചെടികളും കൊണ്ടാണ്. പക്ഷെ ഇവിടെ വീട്ടിലോട്ട് വരുമ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം തേനീച്ച കൂടുകളാണ് അല്ലെ. അത് ഇവിടെയുള്ള താഴത്ത് മാത്രമല്ല, മേലെ വരെ ഹാങ്ങിങ് പോട്ടുകൾ വരെ അത്രയും കൃത്യമായിട്ട് കൂടുകളുണ്ട്. അത് ചെറുതേനാണ്.
ചെറുതേനുകൾക്ക് ചെറിയ ബോക്സ്. അതെ അതെ അതെ. പിന്നെ നമ്മളിത് തുറന്ന് കാണാൻ പോവാം. സോ ഇത് നമ്മുടെ വന്തേനാണ്. വന്തേനിൽ നിങ്ങൾക്ക് അറിയാം പല ചേമ്പേഴ്സും കാണാം. താഴത്തെ ചേമ്പർ ഈ ബ്രൂട്ട് ചേമ്പറിലെ പുഴുവറ എന്നറിയപ്പെടും. അവിടെയാണ് റാണി മുട്ടയിടുന്നത്. നമുക്ക് അവിടെ എഗ് ലാവ പ്യൂപ്പ തേനുണ്ടാവും, പക്ഷെ നമുക്കുള്ളതല്ല. അവർക്കുള്ള തേനും ഒരു 1 കിലോയ്ക്ക് മാത്രം തേൻ അതിനകത്തുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ വളരാൻ ഇത് നമ്മൾക്ക് വേണ്ടിയല്ലെന്ന് ഇവരുണ്ടാക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങൾ വളർന്ന് വരാൻ വേണ്ടിയാണ് അവരുണ്ടാക്കുന്നത്. അതായത് 20 കിലോ തേൻ കുടിച്ചെങ്കിൽ മാത്രമേ 1 കിലോ ആടെ ഇവർക്ക് കിട്ടാൻ പറ്റുള്ളൂ. കാരണം അത്രയും നല്ലൊരു പണിയുണ്ട് ഇവർക്ക്. അവരത് ഫില്ല് ചെയ്യുന്നു. തേൻ നിറഞ്ഞതിന് ശേഷം അതിനകത്ത് ഒരു 25-26% ജലാംശം ഉണ്ടാവും. അത് അവർ ചിറകടിച്ച് തന്നെ വെള്ളം പറ്റിക്കുക. ചിറകടിച്ച് ആ വെള്ളം പറ്റിച്ചതിന് ശേഷം അവരെ കംപ്ലീറ്റ് സീൽ ചെയ്യുക. അവരുടെ പണി തീർന്നു. പിന്നെ എത്ര നാളും കേടൊന്നില്ല, നമുക്ക് എക്സ്ട്രാക്ട് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. തീർച്ചയായും ഫസ്റ്റ് ടൈമാണ് നമ്മളത് തുറന്ന് ലൈവായിട്ട് അത് കിട്ടാൻ പോകുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ മേളത്തെ ചേമ്പർ സൂപ്പർ ചേമ്പർ അല്ല, ഹണി ചേമ്പർ, തേനറ എന്നറിയപ്പെടും. ഇവിടെ തേനിപ്പം ഫില്ല് ആവുമ്പോഴാണ് നമ്മൾ തേനെടുക്കുക. കേരളത്തിലെ സീസൺ ജാൻ, മാർച്ച്, ഏപ്രിൽ, മെയ് ആണ് നമ്മുടെ സീസൺ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് വരും, മഴയൊക്കെ കൂടുതലും കുറവ് പോലെ. ഇപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ മേലാത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ്. അപ്പം ഈ 3 ചേമ്പറിലും തേൻ വരും. ആക്ച്വലി 3 ചേമ്പറിൽ വരും. താഴത്തെ ചേമ്പറിലാണ് മുട്ടയിടുക, അവിടെ തേനുണ്ട് അവർക്ക് വേണ്ടി. മേളത്തെ ചേമ്പറിൽ ഉള്ള തേൻ നമുക്ക് എടുക്കാം. ഇവരെ കാലം നോക്കി പലതും പൂമ്പൊടിയായിട്ട് കയറുന്നുണ്ടോ. പൂവിനകത്തുള്ള ആ നെക്ടറാണ്, പോളനാണത് അവരെ കൊണ്ട് കയറുന്നത്. അവർ കാലിൽ അവരുടെ ആ ലാസ്റ്റ് ഇതിൽ അവർ ഉരുട്ടിയെടുത്തിട്ട് അതിനകത്ത് കൊണ്ടുപോയി ഫില്ല് ചെയ്യാം. 1 കിലോയ്ക്ക് മേലെ തേനുള്ള ഹണിക്കോമാണ് ഇത്. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ അതിനെ മാറ്റുന്നത്? എക്സ്ട്രാക്ഷൻ ആണോ? തേൻ എടുക്കുന്ന സമയം നമുക്കൊരു മെഷീൻ ഉണ്ട്, സ്മോക്കർ എന്നറിയപ്പെടും. സ്മോക്കറിൽ നമ്മൾ പോവ് കൊടുക്കുക, ഇട്ടിട്ട് തീ കത്തിച്ച് പോവ് കൊടുക്കുക. പോവ് കൊടുക്കുമ്പോൾ ഈച്ച ഓടി മാറും. ഇത് അതിനകത്ത് ഇറക്കി വെക്കാം. അതെ അതെ. അങ്ങനെ നമ്മൾ ഈ സീൽ ചെയ്ത് ഒരു ബി നൈഫ് എന്നൊരു കത്തിയാണ്. 2 വർഷവും നല്ല മൂർച്ചുള്ള കത്തി. ആ കത്തി വെച്ച് നമ്മൾ ഈ സീൽ പോർഷൻ എടുത്ത് നമ്മൾ മെഷീനുള്ളിൽ വെച്ച് കറക്കുമ്പം പഠിച്ചിട്ടില്ലേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ആ മെത്തേഡ് തന്നെയാണ് തേനെല്ലാം വെളി വരും. അപ്പൊ നമ്മൾ ഹണിക്കോമ്പ് നമ്മൾ നശിപ്പിച്ച് കളയുന്നില്ല, അവിടെ അതുപോലെ തന്നെ വെച്ചേക്കുക. തിരിച്ച് വെക്കുമ്പം തേനീച്ചകൾക്ക് ജസ്റ്റ് റീഫില്ലിങ് മാത്രമേ ഉള്ളൂ. അതെ 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 അതെ. ഇതൊന്ന് പിടിച്ചു നോക്കി. ഇവര് അക്രമകാരികളല്ലേ? അതെ, മനുഷ്യനെ പേടിയില്ലാത്ത ഒരു ജീവിയില്ല ലോകത്ത്. മൂർഖം പാമ്പും കൂടെ നമ്മളെ കാണുമ്പോൾ ഓടും. പക്ഷെ നമ്മൾ പുറകെ ചെല്ലുമ്പോൾ അത് തിരിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മണ്ടയിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് കൈ എടുത്താൽ മതി. പക്ഷെ നമ്മൾ വളരെ കൂളായിട്ട് മക്കളെ എന്നുള്ള രീതി വളരെ സ്ലോ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ ഒന്നും പോലും ചെയ്യില്ല. മനുഷ്യൻ ഇത്ര സ്നേഹമായിട്ടുള്ള ഒരു ജീവിയാണ്. നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നനുസരിച്ചിരിക്കും. അതെ അതെ, അത് തന്നെ. ഞങ്ങളുടെ ഹൈ റേഞ്ചിലെ തേൻ ഒരു രക്ഷയില്ല. അവര് ശേഖരിച്ച് വെച്ചൊക്കെ അടിച്ചു മാറ്റുന്നതിന്റെ ഒക്കെ വരുമ്പോ അവർ അവിടെ വന്ന് നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു രക്ഷയില്ല. ആദ്യമാണോ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമല്ല, അതിന്റെ ആ ഒരു വ്യത്യാസം ആ ടേസ്റ്റിലുണ്ട്. തേനീച്ചകളുടെ ഇടയിൽ നിന്ന് തേനീച്ച കൂടിയിൽ നിന്ന് എടുത്ത് ലൈവായിട്ട് അവരിടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതെങ്ങനെ കട്ടെടുക്കാതിരിക്കാൻ തോന്നുക, ഇത്രയും ശുദ്ധമായത്. അടുത്തറിഞ്ഞാൽ ഉള്ളുകൊണ്ട് എല്ലാവരും പാവങ്ങളാന്ന് പറയും. അത്തരത്തിൽ പേടിയുള്ള ഒന്നിനെ ഇത്രത്തോളം അടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലായ ഒരു സമയം കൂടിയായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്രയും നല്ലൊരു തേൻ ഇങ്ങനൊരു എക്സ്പീരിയൻസോട് കൂടി കുടിക്കുക, എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ വന്നാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിരിക്കും. പലപ്പോഴും നമ്മൾ തേനീച്ച കൂടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, തേൻ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് പോയി വാങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുക,
ഇത് അടുത്തൊരു തലമുറ കൂടിയും അറിയട്ടെ, അതനുസരിച്ച് കണ്ട് വളരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഉണ്ട് ഈ അപ്പനും മകനും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്നുള്ളത്. നമ്മളെ തെക്കുവടക്കിൽ തന്നെ ഹണി മ്യൂസിയം കണ്ടിട്ടുണ്ട്, പലതരം ഹണികൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ലൈവ് ടേസ്റ്റിംഗ് ആദ്യമായിട്ടാണ്. അതിന് താങ്ക് യു സോ മച്ച്. നിങ്ങൾ എടുക്കുന്ന ഒരു വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി തന്നെയാണ്. ആ ഉദ്ദേശ ശുദ്ധി മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. അപ്പൊ എന്തായാലും അല്ലെ, ഇവിടെ വരുമ്പോൾ താക്കടി കാഴ്ചകളിലേക്ക് എല്ലാവരും വരും, ട്രിപ്പ് വരും. പക്ഷേ ഈ കാഴ്ചകളും യാത്രകൾക്കൊപ്പം തന്നെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത, മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പൊ എന്തായാലും ഇവിടെ വരുമ്പോൾ അല്ലെ, ഇവിടെ വന്ന് ഈ അപ്പനും മകനെ കണ്ട് പരിചയപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അതിന്റെ തേൻ നുകർന്ന് കുറച്ചുകൂടി മധുരിതമാവാനും പറ്റും. അപ്പൊ എന്തായാലും അറിയാനും പറ്റും. അതെ. അപ്പൊ എന്തായാലും എല്ലാം നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ തീരുന്നില്ല, നമ്മൾ തൽക്കാലത്തേക്ക് പക്ഷേ നമ്മൾ ഈ ഒരു മധുര കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിൽ വെച്ച് കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു തെക്കോടക്. അങ്ങനെ നമ്മൾ മധുരൊക്കെ നുകർന്ന് അല്ലെ മെല്ലെ എത്തിയിരിക്കുന്ന സ്ഥലം വള്ളക്കടവാണ്. ഇനി കുറച്ചൊന്ന് കാനനഭൂമിയിലൂടെയുള്ള ഒരു സാഹസിക യാത്രയാണ്. ഇടുക്കിയുടെ ഈ മണ്ണും മണവും ഒപ്പം തന്നെ പ്രകൃതി സൗന്ദര്യത്തിനൊപ്പം തന്നെ കുറച്ചൊരു അഡ്വഞ്ചർ ഒക്കെ ആവാം അല്ലെ. അതെ, കുറച്ച് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പോവാ. യെസ്, ആ ട്രാക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ വണ്ടിയെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ജീപ്പ് സവാരിയാണ്. ഇവിടുന്ന് വള്ളക്കടന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡിലോട്ട് പോകും. പിന്നെ ഒരു 4.5 കിലോമീറ്റർ അവിടെ നിന്ന് ഫുൾ ഓൺ വൈബിൽ നമ്മളങ്ങ് പോകും അല്ലേ. നമ്മളൊന്ന് കുത്തിക്കുലുങ്ങിയൊക്കെ പോയി നമ്മൾ സത്രം കാണും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോകുന്നത്? സത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ടൈഗർ റിസർവ് ക്യാമ്പ് കാണും. അതുപോലെ തന്നെ NCC ക്യാമ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും. മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഭാഗ്യം ഉണ്ടോന്ന് എന്തായാലും പോയി നോക്കിയാലേ അറിയുള്ളൂ അല്ലേ. യെസ്, അപ്പൊ നമുക്ക് സാഹസയാത്ര ഇവിടെ തന്നെ സാഹസ്യമായി കയറി തുടങ്ങിയാലോ? റെഡി? അങ്ങനെ നമുക്കുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട് അല്ലേ. ഇപ്പുറത്ത് അങ്ങോട്ട് ജീപ്പ് സവാരിയാണ്. ഇന്ന് ഓഫ് റോഡ് ട്രാക്കിലോട്ട് പോകാനുള്ള സമയം കൂടിയാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? അപ്പൊ നമുക്ക് സത്രത്തിൽ കാണാം അല്ലേ. ഒരു പ്രത്യേകത സൺറൂഫ് ഒക്കെ ഉണ്ട്. ഫുൾ 360 വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ചേട്ടാ, അപ്പൊ നമുക്ക് വിട്ടാലോ? അപ്പൊ അവിടെ കാണാം. യെസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ് അല്ലേ, സത്രം. ഇതാണ് നമ്മൾ മെല്ലെ കയറി ഒരൊറ്റ പോയിന്റിലോട്ട് പെട്ടെന്നൊരു ഇറക്കായിരുന്നു. അതെ, ആക്ച്വലി നല്ല ഹൈറ്റിലെത്തി. നമ്മൾ നല്ല വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സത്രത്തിലേക്ക് കുറച്ചൊന്ന് ഇറങ്ങേണ്ടി വന്നത്. ആൻഡ് ഇവിടെ വന്ന് ഇതിപ്പോ ആൾക്കാരൊക്കെ ഹോൾട്ട് ആയിട്ടുണ്ട്. വരുന്ന വഴിയിൽ തന്നെ 2 സൈഡിലേക്ക് പലപ്പോഴും പുല്ല് കാണുമ്പോൾ ജീപ്പിന്റെ ടോപ്പ് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലേക്കായിരുന്നു പലയിടങ്ങളിലും. പിന്നെ ഈ ഓഫ് റോഡ് വന്ന് നിന്നിട്ട് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഏരിയകളും ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇനി പോവുക കുറച്ചും കൂടി അതിന്റെ കാഠിന്യമേറിയ വഴിയാവുന്ന പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ ഓൾറെഡി വണ്ടികൾ പോയി അവിടെ ഇനി പോണ വഴികൾ അങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇവിടെ സത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഒരു പോയിന്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് NCC ക്യാമ്പ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് പോകുക വഴി അവിടെ കാണാൻ പറ്റും വിചാരിക്കാം അല്ലേ. പക്ഷെ ഇവിടെയും നല്ല കോടൊക്കെ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
യാത്രകളിൽ സാഹസികത നമുക്കൊക്കെ ഇഷ്ടമാണ്. അത്തരത്തിലെ കാഴ്ചകൾ നമുക്ക് കൂട്ടായിട്ട് കുറച്ച് വൈബ് ടീമിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഹായ്, നമസ്കാരം. വൈബ് ടീം എന്ന് പറഞ്ഞാൽ എന്തൊരു ചിരി, അത്ര വൈബ് അല്ലേ? ഈ വൈബ് ആണെന്ന് അറിയാനുള്ള കുറച്ച് സൗണ്ട് ഒക്കെ ഒന്ന് ഉണ്ടാക്കി, കുറച്ച് ഒരു ആരം വരട്ടെ. ഇതെവിടെയാണ്? ഇതെല്ലാവരും നടക്കാരാണ്. നിങ്ങൾ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ കൂട്ടത്തില്? നമ്മൾ വന്ന് നിന്നപ്പോ തന്നെ എന്നോടൊന്നും ചോദിക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാളാരാ? ഇവിടെയാണ്, മൈക്ക് പിടിച്ചോളൂ. യെസ്, എന്താ പേര് എങ്ങനെയാ? വിശാഖാണ്. ബാക്കി എല്ലാവരും പരിചയപ്പെടുത്താൻ പോണേ. പരിചയപ്പെടുത്തിക്കോളൂ. മൈക്ക് ഞാൻ പിടിച്ചുതരാം. ചേച്ചി, ചേട്ടൻ, ചേച്ചിയുടെ ചേച്ചി. ഈ ചേച്ചിയും ചേട്ടനൊക്കെ അറിയാം, പക്ഷെ ചേട്ടൻ ഇവരൊന്നും പേര് ഞങ്ങൾക്ക് അറിയില്ല. പേരാണ് അറിയണ്ടത്. അഞ്ജന, വിഷ്ണു, അഞ്ജലി. ഓക്കെ, അവിടെ ഒരാൾ കൂടി ഉണ്ട്. പേര് പറഞ്ഞില്ലേ വീട്ടിൽ പോയി ആമി. എങ്ങനെയുണ്ട് ശരിക്കും ഓഫ് റോഡ്? ഫസ്റ്റ് ടൈം വരുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. എന്തുകൊണ്ട് ഈ ഒരു ഓഫ് റോഡ് ട്രാക്ക് ഇടുക്കിയിൽ കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ അല്ലെ? എന്തുകൊണ്ട് ഇങ്ങനെ ട്രാക്ക് പിടിക്കാൻ കാരണം? ആരാ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് അന്നൊരു ജീപ്പ് സഫാരി പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാരാ? ഇവിടെ താഴെ വന്നപ്പോഴത്തേക്കും സഫാരി പോവാന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞു വന്നതല്ല, വന്നപ്പോ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. എന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ലായിരുന്നു. ആണ്. ഈ ഫസ്റ്റ് പോയിന്റ് വന്ന് എത്തിക്കുകയാണ് അല്ലേ? സോ എങ്ങനെയുണ്ട് ഇവിടത്തെ? എങ്ങനെയുണ്ട്? കൊള്ളാം. എന്താ ഇഷ്ടപ്പെട്ടത്? വരുന്ന വഴികളാണോ അത് കുലുങ്ങിയ ഒരു ഓഫ് റോഡ് ട്രാക്ക്? യാത്ര ഇവളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവളുടെ സന്തോഷം അതൊക്കെ കാണാൻ അത് കണ്ടപ്പോ കുറച്ചുകൂടെ സന്തോഷമായിരുന്നു. അപ്പൊ ഇനി ഇങ്ങോട്ടാ യാത്ര പ്ലാൻ? മൂന്നാറ്. മൂന്നാറിലേക്കാണ് ഇനി ഇവിടുന്ന് പിടുത്തം അല്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ അവസാനിച്ചു. അപ്പൊ എന്തായാലും ഒരു ഫാമിലി വൈബില് ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയോണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് കുറച്ച് തന്നാലോ എന്നുണ്ട് അല്ലേ? ഞങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണോ? കൊല്ലത്തുനിന്നല്ലേ? അതെ, അപ്പൊ കിട്ടിയ കൊള്ളാവുന്നതിന്റെ ഒപ്പം തന്നെ ഒരു കിടിലൻ ചോദ്യത്തിന് കൂടിയും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഗിഫ്റ്റ് കുറെ കൊണ്ടു അല്ലെ? പ്രത്യേകിച്ച് കൊല്ലം, ഞങ്ങൾ തെക്കുവടക്കിന്റെ കുറെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തുള്ള സ്ഥലം കൂടിയാണ് കൊല്ലം. അപ്പൊ എന്തായാലും കാണിച്ചോളൂ. അതെ, സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാണല്ലോ അല്ലെ? അപ്പൊ ദാ പിടിച്ചോ, ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് കണ്ടിട്ട് ഏത് സിനിമയാണ് ഓർമ്മ വരുന്നത്? ചിത്രം. എന്തുകൊണ്ട് ചിത്രം? ദാ പിടിച്ചോ. എന്താണ് ചിത്രം എന്ന് പറയാൻ കാരണം? അതറിഞ്ഞാ മതി. പറഞ്ഞോ. എന്തുകൊണ്ട് ചിത്രം പെട്ടെന്ന് കാര്യം എന്താ? ഇവിടെ എന്തോ ഉത്തരം വരുന്നുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ? മോഹൻലാലിന്റെ ആക്ഷൻ. എങ്ങനെയായിരുന്നു ആക്ഷൻ? അത് കാണിച്ചേ. ഇങ്ങനെയാണ്. ഉറപ്പാണ് തോന്നുന്നുള്ളൂ. മാറ്റണ്ടോ? അല്ല, അവിടെ ചിത്രം പറഞ്ഞല്ലോ. അപ്പൊ ചിത്രം വരെ എന്താ കാരണം എന്ന് ആലോചിച്ചു. ഇത് തന്നെയാണോ കാരണം? ആണ്. വരുന്നില്ലല്ലോ അങ്ങോട്ട്. റൈറ്റ് ആൻസർ ആണ്. കൈ അടിച്ചോ. അത്രയും ഒരു കമ്പനി നിൽക്കുന്നതിന്റെ വൈബ് ഉത്തരത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു ഞാനാ കൂടുതൽ സിനിമ കാണുന്നത്. അത് വളരെ കുറച്ച് സംസാരിക്കും, പക്ഷെ പറയുന്നതൊക്കെ പോയിന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് ഉത്തരമാണ് കേട്ടോ. ശരി, എന്നാ പോവാ. അതെ, ഗിഫ്റ്റ് അപ്പൊ പോയിട്ട് എടുത്തിട്ട് പോരെ. അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞോട്ട് തന്നെ കുറെ അധികം ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തായാലും തുടക്കം പറഞ്ഞ ഗിഫ്റ്റ് പറഞ്ഞ ആൾക്കാരെ കൊടുക്കാം അല്ലെ? ഉത്തരം പറഞ്ഞ ആൾക്ക്. സോ കുവി റോ ബനാന പൗഡർ ആണ്, നല്ല ആരോഗ്യത്തിന്. അപ്പൊ നല്ല ചിരിയും നല്ല ഉത്തരങ്ങളും ഇനിയും കുറെ വരട്ടെ. ഇനി അടുത്തത് അതിനൊരു എക്സ്പ്ലനേഷൻ തന്ന ആൾക്കൂടെ. അതെ, സൂര്യ വാഷിംഗ് സോപ്പിന്റെ ഗിഫ്റ്റ് ആണ്. ഇനി മഴയത്തും വെയിലത്തും വസ്ത്രങ്ങൾ മിന്നു പോലെ തിളങ്ങട്ടെ. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ട്രിപ്പ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരാൾ കൊടുക്കും. സൂര്യ കോമഡിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ആ ചിരി വന്നു നടക്കട്ടെ, വൈബായിട്ട് നടക്കട്ടെ. എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടാം. ബൈ. അങ്ങനെ നമ്മള് മെല്ലെ നമുക്ക് ആദ്യം വരുന്ന സമയത്തൊക്കെ നല്ല രീതിയിലേക്ക് ഒരു ഹൈറ്റുള്ള വ്യൂ കാണുമ്പോൾ എപ്പോഴും ഒരു ടോപ്പ് വ്യൂ കിട്ടുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അവിടെ നമ്മൾ സത്രം എത്തുമ്പോൾ കുറച്ചും കൂടി താഴോട്ട് വന്ന് ഈ ഒരു പോയിന്റിലോട്ട് എത്തിയത് എന്തൊക്കെയോ ബിൽഡിംഗ് നടക്കുന്നതിന്റെ ഒരു അല്ലെ ഒരു തുടക്കം കുറിച്ച് ഇടയ്ക്ക് നിന്ന് പോയതാണെന്ന് അറിയില്ല. ഒപ്പം തന്നെ ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പം ഫോട്ടോഗ്രാഫി സെക്ഷന് വേണ്ടി അതിനുള്ള ഇതുണ്ട്. ആൻഡ് ഇവിടെ അതിൻ്റെ ഒരു ബോർഡറാണ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻസിസ് ക്യാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അവിടേക്കുള്ള യാത്രയാണ്. അതെ, ഇനി നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോവാണ്. അപ്പൊ ഇനി വീണ്ടും നമ്മൾ ഇറങ്ങിയത് തിരിച്ചു കയറണം. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ.
അങ്ങനെ ഓഫ് റോഡ് യാത്രയിൽ അല്ലേ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതും ആക്ച്വലി സത്രത്തിന്റെ ഒരു പോർഷൻ തന്നെയാണ്. നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, ഇനി അടുത്തത് ഇങ്ങോട്ട് വരണേന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സത്രത്തിന്റെ അടുത്തൊരു സൈഡിലേക്ക് ഒരു സെക്കൻഡ് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ആക്ച്വലി ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അല്ലേ. അതിനുശേഷം നേരെ വരുന്ന സമയത്ത് ഇവിടെ കുറച്ചൊരു ഫൺ അഡ്വഞ്ചർ മൂഡിലേക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആൻഡ് വ്യൂ പോയിന്റ് തന്നെയാണ് മെയിനിലായിട്ട്. ഒരു 360 ആംഗിളിൽ സെൻട്രൽ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്തും അല്ലേ ഈ മലനിരകൾ കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് ആന കാണുന്നുണ്ടായിരുന്നു. ഇവിടെ അത് കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കത് കാണാൻ നിർവാഹമില്ല. അതെ, നമ്മൾ തന്നെ ബൈനോക്കുലറൊക്കെ വെച്ചാണ് കുറച്ച് അവിടെ നോക്കിയത്. ആൻഡ് നമുക്ക് ഭാഗ്യമുണ്ട്, കുറച്ച് വിദൂര ദൃശ്യമാണെങ്കിലും നമ്മൾ ആനേനെ കുറച്ച് ഭാഗ്യത്തിൽ കണ്ടു. ഈ ഓഫ് റോഡ് യാത്രയിൽ പ്രധാനമായിട്ട് 3 ഡെസ്റ്റിനേഷൻ ആണ്. രണ്ടാമത്തെ നമ്മൾ ഓൾറെഡി എത്തി. ഇനി ഫൈനലി അല്ലെ എവിടെ എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലനിരകളിലാണെങ്കിൽ പോലും ഒരു പോയിന്റിൽ എത്തി കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് ലോങ് നോക്കി കാണാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇത് കാണാൻ പറ്റി. ഇവിടുന്ന് ആദ്യത്തെ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത് എവിടെ പോകുന്നു എന്നുള്ളതും കാണാൻ പറ്റും. അതാണ് സത്രത്തിലെ NCC ക്യാമ്പ്. ഇപ്പൊ വിട്ടാലോ? അതെ, ട്രെയിനിങ് സ്ഥലം. യാത്ര തുടങ്ങിയ സമയം വൈകിയതുകൊണ്ടും നമ്മുടെ ദൈർഘ്യം കുറച്ച് കൂടിയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയ സമയത്ത് ഇതാണ് അവസ്ഥ അല്ലേ. ഇവിടെ ഇല്ല, നമ്മളെ തന്നെ കാണിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇടുക്കിയിലൊക്കെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തും ഒപ്പം തന്നെ എയർപോർട്ട് വന്ന കാഴ്ചകളൊക്കെ. ശരിക്കും ഇതിൻ്റെ പിന്നിലായിട്ടാണ് അതിൻ്റെ റൺവേ ഉള്ളത്. വന്നപ്പോൾ കാണാൻ പറ്റി, പക്ഷേ ഈ ഇരുട്ടും കോടമഞ്ഞും കൂടി ആകുമ്പോൾ നിങ്ങൾ കാണാനുള്ള വഴിയില്ല. നമ്മൾ ഓടി വന്ന് കണ്ടു, നിങ്ങളെ കാണിക്കാൻ നിന്നപ്പോഴേക്കും കാഴ്ച പോയി. എങ്കിൽ പോലും നമുക്ക് വന്ന വിഷ്വൽസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഒരു ഓഫ് റോഡ് എത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിം ആണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളത്. ഇടുക്കിയുടെ ഭംഗി മാത്രമല്ല കുറച്ച് അഡ്വഞ്ചറും കൂടെ കൂട്ടി നിങ്ങൾക്ക് ഈ സ്പോട്ട് എന്തായാലും മിസ് ചെയ്യരുതെന്ന് വേണം പറയാൻ. അതെ, അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിന്റെ ചെറിയ നിരാശ വിഷമത്തോടു കൂടി തന്നെ ഇന്നത്തേക്ക് താൽക്കാലികമായിട്ട് വിട പറയാനുള്ള സമയം കൂടിയാണ്. യെസ്, പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും പുതിയ എപ്പിസോഡിൽ വരുന്നവരെ ദിസ് ഇസ് ക്രിസ് ലോറൻസ്, റോഹൻ ലോന സൈനിങ് ഓഫ്. ബൈ.